എല്ലാവരും നോക്കുന്നത് എന്റെ വിടുതൽ മാത്രമാ, എന്റെ വിടുതൽ മാത്രമാ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ നിന്റെ പ്രശ്നം ഒന്നുമല്ല. നിങ്ങൾ ലോകത്തിൽ വസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്ന് അപ്പൊ അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടുന്ന നിങ്ങളുടെ പ്രശ്നങ്ങള്, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ, നമ്മളെത്ര ഭാഗ്യവാന്മാരാ. ഹല്ലേലൂയ. ഓരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് നീ പ്രശ്നമുണ്ടാക്കാതെ ദൈവത്തെ എനിക്കൊന്നും ശരിയാവുന്നില്ല, അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല, പരീക്ഷ പാസ്സാകുന്നില്ല, അവിടെ പോയി കൊടുത്ത ഫീസ് നഷ്ടമായി പോയി, എല്ലാം നഷ്ടമായി പോയി, എന്റെ ബ്രദറെ, എന്റെ അച്ഛോ എന്തോ ചെയ്യും ഞാൻ. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിലല്ല മീൻ പിടിക്കുന്നത്. കൈയിട്ട് മീൻ പിടിച്ചാൽ കിട്ടത്തില്ല, അതിന് ചൂണ്ടയിടണം അല്ലെങ്കിൽ വലയെറിയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. പത്രോസിനോട് യേശു പറഞ്ഞു, മോനെ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീശിയിട്ടൊന്നും കിട്ടിയില്ലേ, എങ്കിലൊരു കാര്യം ഞാൻ പറയാം, നീ ആഴങ്ങളിലേക്ക് വലയെറിയ. അടുത്തിരിക്കുന്നവർ ആഴങ്ങളിലേക്ക് വലയെറിയ. നിന്റെ പ്രാർത്ഥന ശൈലി മാറ്റ, നിന്റെ ജീവിത ശൈലി മാറ്റ, നിന്റെ സ്വഭാവം മാറ്റ, എങ്കിലും നിനക്ക് പുരോഗതി വരും. അതാ തീ അഭിഷേകമാണ്, തീ അഭിഷേകം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പവിത്രത നീ കളയാതെ നീ മുന്നോട്ടെടുത്ത് വെച്ച കാല് അത് പിന്നോട്ടില്ല. എന്റെ ദൈവമാണ് എന്നെ നയിക്കുന്നത്, അവനെ വിജയം തരും എന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകും. ഹല്ലേലൂയ. വിശ്വാസം കത്തിക്കരിഞ്ഞു പോവുകയില്ല, അതാഴി കത്തി. നിന്റെ ഉള്ളിലുള്ള വിശ്വാസം അത് കനൽക്കട്ടയായി ചാരമായി മാറില്ല, അത് കാത്തി ആളി ആളി കാത്തി കാത്തി കത്തിപ്പടരും. ഹല്ലേലൂയ. അത് കെട്ടുപോകുന്ന തീയാകരുത്. ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിനുള്ള വാഞ്ച, ആ വിശ്വാസം ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.